ഹായ് ഡിയേഴ്സ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ പറയുന്ന അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോൺസെപ്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് വരിക എന്നത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആ ലെവലിൽ മാത്രം ചിന്തിച്ചാൽ മതി. അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇറ്റ്സ് മീ ഷാഹിദ് റൺസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന, ചിലപ്പോൾ ഒരു കീടാണൊക്കെ ഉണ്ടാവുമായിരിക്കും, അത്രയും ഉറപ്പുള്ള ഒരു ടോപ്പിക്കാണ് M1 × M2 = -1 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു വരയുണ്ട്, ആ വരക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു വരയുണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം വരികയാണെങ്കിൽ മക്കളെ, ഒന്നാമത്തെ വരയുടെ സ്ലോപ്പും രണ്ടാമത്തെ വരയുടെ സ്ലോപ്പും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -1 കിട്ടും. ഇതാണ് ഐഡിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ വരയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/3 ആണ് എങ്കിൽ രണ്ടാമത്തെ വരയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനൊരു ട്രിക്ക് ഉണ്ട്. ഇതിനെ നേരെ തിരിച്ചെഴുതുക. -1/3 തിരിച്ചെഴുതുക എന്താണ്? -3/1 മൈനസ് ആണെങ്കിൽ അതിനെ പ്ലസ് ആക്കുക. ഇതാണ് രണ്ടാമത്തെ വരയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇപ്പം M1 = 5 ആണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ വരയുടെ സ്ലോപ്പ് എന്താ? ആ 5നെ തിരിച്ചെഴുതാം 1/5. 5/1 തിരിച്ചെഴുതാം 1/5 പ്ലസ് 5 ആണെങ്കിൽ മൈനസ് ആക്കുക. ഇതാണ് രണ്ടാമത്തെ വരയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞത്. ഇതൊരു ട്രിക്കാണ്, ഓർത്ത് വെച്ചോളൂ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചോദ്യം വരാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. അടുത്തതായിട്ട് ഈ ഒരു പോയിന്റ് കൂടി, ഈ രണ്ട് ടോപ്പിക്കിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവും, വരയുടെ ഇക്വേഷൻ എഴുതാൻ. എന്താണ്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഉറപ്പാണ്, സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ചോദ്യമാണ്. മക്കളെ, നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ നിങ്ങളോട് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ മിനിമം അറിയണം. ഒന്നെങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട വരയുടെ ഒരു പോയിന്റ്, അതിനെ നമ്മൾ x1 y1 എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതും അതിൻ്റെ കൂടെ ആ വരയുടെ സ്ലോപ്പും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ അതിനെ കാണാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? y - y1/x - x1 = m. ഇനി അല്ല എങ്കിൽ y - y1 = m × x - x1. രണ്ടും സെയിം ആണ്. ഓക്കെ, അതായത് ഒരു പോയിന്റും ഒരു ഈ സ്ലോപ്പും തന്നാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അതേ സമയത്ത് ചിലപ്പോൾ ഒരു പോയിന്റ് തരില്ല, പകരം രണ്ട് പോയിന്റ് തരും. ഒരു വരയും രണ്ട് പോയിന്റും തരും, x1 y1 x2 y2. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് y - y1/x - x1 = y2 - y1, അതായത് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ x2 - x1. ഈ ഒരു ഐഡിയ മാത്രം മതി ഈ ചാപ്റ്ററിലെ ഏകദേശം ഫുൾ മാർക്ക് വാങ്ങാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിച്ചു വെച്ചോളൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. അതായത് ഒരു വരയുടെ ഇക്വേഷൻ കണ്ടെത്താനാണ് പറഞ്ഞത്. പെർപെൻഡിക്കുലർ ടു ദി ലൈൻ. അവിടെയാണ് ഞാൻ രണ്ട് കാര്യങ്ങളും പഠിച്ചു. ഒരു വരയുടെ ഇക്വേഷൻ കണ്ടെത്തണം. ഈ വര എന്തിന് പെർപെൻഡിക്കുലറാ? ദാ ഈ വരക്ക് പെർപെൻഡിക്കുലർ x - 7y + 5 = 0 എന്ന് പറയുന്ന വരക്ക് പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് 2, -3. ഈ ഒരു വര 2, -3യിലൂടെ കടന്നു പോകുന്നു. 2, -3യിലൂടെ കടന്നു പോകുന്ന ഒരു വരയുടെ ഇക്വേഷൻ കണ്ടെത്തണം. ഈ വര എന്തിന് പെർപെൻഡിക്കുലർ ആണ്? ഈ വരക്ക് പെർപെൻഡിക്കുലർ ആണ്. ഞാൻ പറഞ്ഞു, ഒരു വരയുടെ ഇക്വേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെങ്കിൽ ഒരു പോയിന്റും അതിൻ്റെ സ്ലോപ്പും കിട്ടണം, അല്ലെങ്കിൽ രണ്ട് പോയിന്റ് കിട്ടണം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇനി നമുക്ക് സ്ലോപ്പ് കണ്ടെത്താൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പോയിന്റ് കണ്ടെത്താൻ നോക്കുക. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി, വേറെ എങ്ങോട്ടും പോകണ്ട. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണ്. ഇതിൻ്റെ ഇക്വേഷൻ തന്നതുകൊണ്ട് മക്കളെ എഴുതി വെച്ചോളൂ. നമുക്കറിയാം, ഒരു ഇക്വേഷൻ ax + by + c = 0 ആണ് എങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -a/b ആണ്. എഴുതി വെച്ചോളൂ. സ്ലോപ്പ് എന്ന് പറഞ്ഞത് -a/b. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എത്രയായിരിക്കും? ഇതിൻ്റെ സ്ലോപ്പ് m1 = അല്ലെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -a/b. a എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ 1. അപ്പോൾ -a/b ആയതുകൊണ്ട് -1 ബൈ b എന്ന് പറഞ്ഞാൽ -7. സോ ദ ആൻസർ ഈസ് 1/7 ആണ്. വെരി സിമ്പിൾ. എന്നാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കാണുന്നതല്ല, പകരം ഈ വരയുടെ സ്ലോപ്പാണ്. അപ്പം M1 = 1/7. എടാ മക്കളെ, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഫീഡ്ബാക്ക് തന്നെയാണ് ടീച്ചേഴ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന ഓരോ നല്ല വാക്കുകളും ടീച്ചേഴ്സിന് പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും എന്താക്കാറുണ്ട്, മോട്ടീവ് ആവാറുണ്ട്. സോ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എന്താക്കാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താ? അങ്ങനെയാണെങ്കിൽ M2 എത്രയ്ക്ക് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. അത് നേരെ തിരിച്ചെഴുതാം. 1/7 തിരിച്ചെഴുതിയാൽ -7/1. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, -7/1ൻ്റെ ഓപ്പോസിറ്റ്, അതായത് +7. ഇതാണ് M2 എന്ന് പറയുന്നത്. ഇനി ഈസി ആയിട്ട് ഇതിൻ്റെ ഇക്വേഷൻ എഴുതാലോ. പോയിന്റ് സ്ലോപ്പ് ഫോം y - y1 എന്ന് പറഞ്ഞാൽ -3, y - -3 ഡിവൈഡഡ് ബൈ x - x1 എന്ന് പറഞ്ഞാൽ 2 = 7. ഫുൾ മാർക്ക് ആവാനായി നോക്കി നോക്കൂ.
ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. y + 3 = 7 × x - 2. യെസ്, y + 3 = 7x - 14 + y അങ്ങോട്ട് കൊണ്ടാൽ 7x - y +3 അങ്ങോട്ട് കൊണ്ടാൽ -14 - 3 -17 = 0. ഫുൾ മാർക്ക്. ഇതാണ് ആ വരയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക, ഐഡിയ ക്രിയേറ്റ് ചെയ്യുക, ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു വരയുടെ ഇക്വേഷൻ കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട എന്താ, ആ വരയുടെ ഒരു പോയിന്റും സ്ലോപ്പും കിട്ടിയിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ടോ നോക്കുക, വേറെ ഒന്നും നോക്കണ്ട. ഐഡിയ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതേ രീതിയിൽ മറ്റൊരു ടോപ്പിക്കുള്ള ചോദ്യമാണ് ഈ കാണുന്നത്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. 2 രീതി. ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇൻ്റർസെപ്റ്റ് ഫോം റൈറ്റ് ഇൻ ഇൻ്റർസെപ്റ്റ് ഫോം. ഓക്കെ, അതുകൂടി ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തതാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വര തന്നിട്ട് വരയുടെ ഇക്വേഷൻ സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ -a/b ആണ്. എന്താണ് -a/b? ദാറ്റ് ഈസ് ഈക്വൽ ടു -a/b എന്ന് പറഞ്ഞാൽ എത്രടാ? -a -2 / 3 സ്ലോപ്പായി. രണ്ടാമത്തെ ചോദ്യം y ഇൻ്റർസെപ്റ്റ് എത്ര എന്നാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതി വെക്കാം. y ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു 2 രീതി കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ -c/b എഴുതി വെച്ചോളൂ. x ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ -c/a, y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ -c/b. ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, -c എന്ന് പറഞ്ഞാൽ -6 ദാറ്റ് ഈസ് ഈക്വൽ ടു +6 ബൈ -c/b അല്ലേ. b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി അല്ല, നിങ്ങളോട് y ഇൻ്റർസെപ്റ്റ് മാത്രമാണ് ചോദിച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനെ y ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. മക്കളെ, y ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ y = mx + c. നിങ്ങൾക്ക് രണ്ടാമത്തെ മെത്തേഡാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. y = mx + c. ഈ കാണുന്ന ഇക്വേഷനെ നമ്മൾ എന്താക്കാൻ പോവുകയാണ്? 2x + 3y - 6 = 0നെ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇങ്ങനെ വരും. ഇതാണ് y ഇൻ്റർസെപ്റ്റ്. അതായത് y ആക്സിസിൽ തൊടുന്ന ആ പോയിന്റിനെയാണ് y ഇൻ്റർസെപ്റ്റ് എന്ന് പറയാം. ഈ ഒരു ചോദ്യത്തിൽ c ആണ് y ഇൻ്റർസെപ്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. 3y = കാരണം y = അതായത് +2x അങ്ങോട്ട് കൊണ്ടാൽ -2x, -6 അങ്ങോട്ട് കൊണ്ടാൽ +6. എല്ലാത്തിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. y = -2/3 x + 6/3 ദാറ്റ് ഈസ് ഈക്വൽ ടു -2/3 x + 6/3 എന്ന 2. നോക്കൂ, y = m × x + c. അതായത് സ്ലോപ്പും കിട്ടി, y ഇൻ്റർസെപ്റ്റും കിട്ടി. ഈ ചോദ്യം തന്നെ, ഇതേ ചോദ്യം തന്നെ ഈ 2 ഇക്വേഷൻ യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഒറ്റയടിക്ക് കിട്ടും. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ ആണ്. സെറ്റല്ലേടാ? സെറ്റല്ലേ? മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. ഇൻ്റർസെപ്റ്റ് ഫോം. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ x/a + y/b = 1 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ഒക്കെ കിട്ടിയത് കൊണ്ട് എക്സ് ഇൻ്റർസെപ്റ്റ് ഞാൻ അവിടെ എഴുതി കാണിച്ചു തരാം. എക്സ് ഇൻ്റർസെപ്റ്റ് -c/a അതായത് 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്താം. x/a എന്ന് പറഞ്ഞാൽ എക്സ് ഇൻ്റർസെപ്റ്റ് a, 0, ഇത് 0, b. b എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ x/a എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിട്ടി. എക്സ് ഇൻ്റർസെപ്റ്റ് എന്നാൽ 3 പ്ലസ് y/b എന്ന് പറഞ്ഞാൽ 2 കിട്ടി. y ഇൻ്റർസെപ്റ്റ് = 1. ഇതാണ് ആൻസർ. എക്സ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ഇത് പരീക്ഷ ചോദിക്കുന്ന കേട്ടോ. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഇനി ഇതേ കാര്യം തന്നെ ചില കുട്ടികൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ഓർ എക്സ് ഇൻ്റർസെപ്റ്റ് x/a + y/b = 1 ആണല്ലോ. അതുകൊണ്ട് നമ്മൾ തന്ന ചോദ്യം നമുക്ക് വേണമെങ്കിൽ എക്സ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി കാണിച്ചു തരാം. 2x + 3y - 6 = 0. 2x + 3y - 6 = 0. അപ്പോൾ നിങ്ങളോട് പരീക്ഷ ചോദിക്കുകയാണ് ഇതിനെ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, =1 ആക്കാം. 2x + 3y = 6 എന്ന് എഴുതാം. എല്ലാത്തിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2നെ 6നെ കട്ട് ചെയ്താൽ x/3 പ്ലസ് 3നെ 6നെ കട്ട് ചെയ്താൽ y/2 = 1. ആൻസറായി. എങ്ങനെ ചെയ്താലും കിട്ടുന്നത് സെയിം ആൻസറാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കിട്ടും. നേരത്തെ ചോദ്യം ഇതേ രീതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കാം. ഞാൻ പറയുന്നത് എക്സാമിന് നിങ്ങളോട് എക്സ് ഇൻ്റർസെപ്റ്റ് കാണാൻ പറയുന്നതിന് പകരം വെറും ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ നിങ്ങൾക്ക് എന്താക്കാം, ഈ കോൺസ്റ്റൻറ്റ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എല്ലാത്തിനും അതിനോട് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ട്വിസ്റ്റുള്ളൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇപ്പോൾ 2x + 3y മൈനസ് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ 7 = 0 ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടും? 2x + 3y = 7.
അപ്പോൾ എല്ലാത്തിനും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ആൻസർ വരുന്നത് മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ എക്സിൻ്റെ കൂടെയുള്ള 7 അടിയിലേക്ക് വരും, 7/2 പ്ലസ് വൈ അതിൻ്റെ കൂടെയുള്ള 3 അടിയിലേക്ക് വരും, 7/3 ഈക്വൽ ടു 1. അപ്പോൾ എക്സിൻ്റെ റിസൾട്ട് എന്നാൽ 7/2, വൈൻ്റെ റിസൾട്ട് എന്നാൽ 7/3 ആണ്. സെറ്റല്ലേടാ? സെറ്റല്ലേ? സോ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടി ചെയ്തതിന് ശേഷം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് മക്കളെ. ശ്രദ്ധിച്ചോളൂ, ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഈ കാണുന്ന ചോദ്യം ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ മക്കളെ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഒരു വരയുടെ ഇക്വേഷൻ കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വരയുടെ ഇക്വേഷൻ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ 2 രീതിയിലേ ചിന്തിക്കേണ്ടതുള്ളൂ. ഒന്നെങ്കിൽ ഒരു പോയിന്റും സ്ലോപ്പും, അല്ലെങ്കിൽ 2 പോയിന്റ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വഴിക്ക് ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ, അപ്പം തന്നെ കുറച്ചൊരു ആശ്വാസമല്ലേ? ഒരു ചോദ്യം കാണുന്ന സമയത്ത് ഇങ്ങനെ ഇത്ര ചിന്തിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അല്ലാത്ത ആളുകൾ എന്താ ചെയ്യുക, ഒരുപാട് വഴികളിലേക്ക് ചിന്തിക്കും, ഉത്തരം കിട്ടാതെ വെക്കും. അപ്പം ഒരു വരയുടെ ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആകെ ഈ 2 രീതിയിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അത്രയും നിങ്ങൾ പഠിക്കാനുള്ളൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് 3,8. ഒരു വരയുടെ ഇക്വേഷൻ കണ്ടെത്തണം. അത് 3,8ലൂടെയാണ് കടന്നു പോകുന്നത്. ആൻഡ് പെർപെൻഡിക്കുലർ ടു x + 3y - 7 = 0. അത് നേരത്തെ ഓൾറെഡി ചെയ്തതാണ്. x + 3y - 7 = 0. അതല്ലേ നമ്മൾ നേരത്തെ ചെയ്ത്. x + 3y നമ്പർ മാറ്റുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. x + 3y - 7 = 0. യെസ്, 3y - 7 = 0. അപ്പോൾ അതിൽ നിങ്ങൾ സ്ലോപ്പ് കിട്ടും M1. ഈ ആൻസർ നിങ്ങൾ ഒറ്റ ചെയ്ത് നോക്കിയാൽ 3 മാർക്ക്, 2 മാർക്ക് ആട്ടോ. നേരത്തെ നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ പഠിച്ചു. M1 = എത്ര? -a/b -1/3. M2 എത്രയായിരിക്കും? ഓപ്പോസിറ്റ് 3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താ? y - y1 = m × x - x1. ആൻസറായി y - 8 = 3x - 9. ഒരുമിച്ച് ചെയ്താൽ അപ്പോൾ എന്ത് കിട്ടും? 3x പ്ലസ് വൈനെ അങ്ങോട്ട് കൊണ്ടാൽ എന്താണ്? -y ആണ്. പ്ലസ് വൈനെ അങ്ങോട്ട് കൊണ്ടാൽ -y, -8 കൊണ്ടാൽ +8, -9 + 8 = 0. സോ 3x - y - 1 = 0. ഇതാണ് ഈ വരയുടെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? എന്നാൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ മക്കളെ. ഓൾസോ ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി ഗിവൺ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ x + 3y - 7 = 0. ഈ തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? 3,8. ഇവിടെ ഒരു നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ഏതാ? x + 3y - 7 = 0 എന്ന് പറയുന്നൊരു വര. ഇതാ x + 3y - 7 = 0 എന്ന് പറയുന്ന മറ്റൊരു വര. ഓക്കെ, ഇതാണ് x + 3y - 7 = 0 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും, ഒരേ ഡിസ്റ്റൻസിലായിരിക്കും ഇതിൻ്റെ ഇമേജ് വരാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഞാൻ ഇങ്ങനൊരു വര വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കിട്ടാൻ പ്രത്യേകിച്ച് പണിയില്ല. ഈ വരയുടെയും എന്ത് കണ്ടാൽ മതി? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ വരയുടെ ഇക്വേഷൻ അറിയാം, ഈ വരയുടെയും ഇക്വേഷൻ അറിയാം. ഇത് കടന്നു പോകുന്ന ഈ വരയുടെ ഇക്വേഷനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. 3x - y - 1 = 0. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് കോൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രിക്ക് ഉണ്ട്, കാത്തിരിക്കുക. ട്രിക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. അതുകൊണ്ട് അതും കൂടി ഞാൻ പറയും, കേട്ടിരിക്കാം. അല്ലാത്ത അത് സ്കിപ്പ് ചെയ്ത് നേരെ ട്രിക്കിലേക്ക് പോകാം, ശ്രദ്ധിക്കാം. ഓക്കെ മക്കളെ, ഇനി ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം x + 3y = 7 ആണ്. അതേപോലെ 3x - y = 1 ആണ്. സോൾവ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 3x + 9y = 21. ഓക്കെ, ഇത് കുറയ്ക്കുക. 21 1 കുറച്ചാൽ 20. 9y ന്ന് ഒരു y കുറച്ചാൽ അതായത് 10y. 3x - 3x, അപ്പോൾ y = 2 കിട്ടും. y = 2 കൊടുത്ത് എക്സിന് കൊടുത്താൽ, എക്സിൽ അപ്ലൈ ചെയ്താൽ 3 × x - 2 -2 3 x = 1 കിട്ടും. നിങ്ങൾ കൊടുത്തു നോക്കുക, നേരെ ഇതിൽ കൊടുത്തു നോക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2,1 ആണ്. ഈ ഒരു പോയിന്റ് 1,2 ആണ്. 1,2. മക്കളെ, ഇനി എങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരുമോ? ഇനി ഇതിൻ്റെ ഇമേജ് കണ്ടാൽ പ്രത്യേകിച്ച് പണിയില്ല. 10ാം ക്ലാസ്സിലെ നിങ്ങളെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര അഥവാ ജ്യാമിതിയും ബീജഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മിഡ് പോയിന്റിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം ഇവിടെ നിന്നുള്ള നീളം സെയിം ആണ്. 3 1 ആവുന്നു, അതിൻ്റെ അർത്ഥം 2 കുറയുന്നു. അപ്പോൾ 1 ന്ന് 2 കുറച്ചാൽ എത്ര? -1. 8 2 ആവുന്നു, 6 കുറയുന്നു. 2 ന്ന് 6 കുറച്ചാൽ എത്ര? -4. സോ ഇതാണ് ഈ കാണുന്ന പോയിന്റിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഐഡിയ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. മക്കളെ, ഇത്രയും കാര്യങ്ങളാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ലൈവിൽ പറഞ്ഞാൽ പല കുട്ടികളും മനസ്സിലായില്ല എന്ന് പറയും. അതുകൊണ്ടാണ് റെക്കോർഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ A+ എവിടെ നഷ്ടപ്പെടാൻ പാടില്ല. മക്കളെ, ഇതുപോലത്തെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണണം, ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ മെയിൻ ആയിട്ട് കഴിഞ്ഞു. ഇതൊരു ക്വസ്റ്റ്യനും കൂടി ബാക്കിയുണ്ട്. ഇതാണ് നിങ്ങളുടെ ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം 3,8 ടു ദ ലൈൻ x + 3y - 7 = 0. മക്കളെ, അവിടെ 1 മാർക്ക് ആവാനുള്ള കാരണം എന്താ അറിയോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ 3,8ഉം
തന്ന ഇക്വേഷൻ എക്സ് പ്ലസ് 3y മൈനസ് 7 ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് ഒരു വരയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഇതേ ഇക്വേഷൻ ഉള്ളൂ. ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ, എഴുതി വെച്ചോളൂ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഈ തന്ന പോയിന്റ് 1 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് 3 പ്ലസ് 3 ഇൻറ്റു y b ഇൻറ്റു y 3 ഇൻറ്റു y b ഇൻറ്റു y പ്ലസ് c എന്ന് പറഞ്ഞാൽ -7 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇത് ചെയ്ത ആൻസറായി. ഇക്വേഷൻ എഴുതി വെക്കണം നിർബന്ധമൊന്നുമില്ല, പറ്റുകയാണെങ്കിൽ എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 പ്ലസ് 3 ഇൻറ്റു 8 എന്നാൽ 24 മൈനസ് 7 ഡിവൈഡ് ബൈ റൂട്ട് 10. അതായത് 27 മൈനസ് 20. സോ 20/√10 എന്ന് എഴുതാം. 20/√10 വേണമെങ്കിൽ ചില ആളുകളൊക്കെ എന്താക്കും, 20/√10 0 വെട്ടും. വെട്ടരുത് മക്കളെ ദയവേത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ √10 ഡിവൈഡഡ് ബൈ √10 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വൽ ടു 20√10 ഡിവൈഡഡ് ബൈ 10. സോ 2√10 എന്ന് എഴുതാം കേട്ടോ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഐഡിയ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആംഗിൾ ബിറ്റ്വീൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഈ ചാപ്റ്ററിൽ നമ്മൾ മിസ്സാക്കിയിട്ടുള്ളൂ. ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും ലൈവിലേക്ക് വരിക. സോ മക്കളെ, എല്ലാ ഫ്രണ്ട്സിനും ഈ കാര്യം അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ വരാൻ പറയുക. ഈ ഒരു ചോദ്യത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ് എത്ര, വൈ ഇൻ്റർസെപ്റ്റ് എത്ര ആൻഡ് സ്ലോപ്പ് എത്ര, ഇത് മൂന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൻ്റെ കൂടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.